This is the pregnant lady. Okay. കിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. നോക്കട്ടെ, കിട്ടുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളിന്ന് വാവച്ചിയുടെ ബേബി ഷവറിന് പോവാണ്. അയ്യോ, എന്നെ കാണാനില്ല. ദിസ് ഈസ് ദ പ്രഗ്നന്റ് ലേഡി. നോക്ക്, പാവം ഞാൻ 2 ബാഗും കൊണ്ടാണ് നടക്കുന്നത്. പ്രഗ്നന്റ് ആയവർക്ക് എന്ത് വേണേ ചെയ്യാം. ഞാനും ക്യാരി ചെയ്യുന്നുണ്ട് 2 എൻ്റെ വയറ് കണ്ടിട്ട് 2 എന്ന് വിചാരിക്കാവോ. നമ്മളിപ്പോൾ നവ്യ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ടാ ഫ്രണ്ട്. ഇതാരാണ്? ഇതാണ് കൊച്ചിന്റെ അച്ഛൻ. യൂണിറ്റ് നമ്പർ how do you know? Oh, stroller. അത് മനസ്സിലായി. സമാധാനമില്ലേ? ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കാം. താൻ ഏതാ? ഞാനിവിടെ ഏറ്റവും പുതിയതാണ്. ഹലോ, രുക്കുമണി, നവ്യ ചേച്ചിയുടെ ഉണ്ണി. ഹലോ ഹലോ, ഹായ് ഹായ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നവ്യ ചേച്ചി ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് താങ്കളന്ന് കാണിക്കുന്നത്? ഞങ്ങൾ ഇനി പോയി കഴിച്ചിട്ട് വരാം. ബൈ. ഇങ്ങനെ ബൈ. ഇല്ലേ, എണീറ്റ് വാ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നീ വരുന്ന ഞങ്ങളുടെ കൂടെ. ഹലോ, നിങ്ങൾ ഇതിൽ കൂടെ നടന്നു പോണം. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇട്ടോളാം. ഞാൻ പറയും ഞങ്ങളുടെ ഡെക്കറേഷൻ ഐറ്റം ആണ് ഈ പോകുന്നത്. എന്റെ മാതാവേ, ഞങ്ങള് ടാക്സി കയറാൻ പോവാണ്. ഇനി ഷാമിൽ ചേച്ചിയുടെ ചീത്ത എന്തൊക്കെ കാണണം, എന്തൊക്കെ കേക്കണം. ഇപ്പൊ ഞങ്ങള് 3 മണി ഞാൻ അവിടെ എത്തുമ്പോ ചീത്ത കേൾക്കാതിരുന്നാ മതി. ഞങ്ങള് ഷാമിൽ ചേച്ചിയുടെ വീടിന്റെ അവിടെ എത്തിയിട്ടാണ്. പോവാ, ലേറ്റ് ആയി മിസ്റ്റർ. എടുത്തോ. പാട്ട് തുറക്കണില്ല, പിണങ്ങിയിരിക്കണോ?
എവിടെ ശ്യാമിലി ചേച്ചി വരുന്നു വിചാരിച്ചിട്ട്? എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എടാ ഞങ്ങൾ ശ്യാമിലി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് ഇപ്പൊ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇത്ര നേരം വന്നിട്ട് വാവാച്ചിനെ കണ്ടില്ല. അപ്പോൾ വാവച്ചി ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു. സോ വി വർ വെയിറ്റിംഗ് ഫോർ ഹർ. വാവച്ചിക്കുള്ള ക്ലോത്ത്സ് വാങ്ങിച്ചത് ഞങ്ങൾ തന്നെ. ആൻഡ് ഞങ്ങളുടെ പ്ലാനിൽ 2 ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. ഒന്ന് ട്രഡീഷണലും പിന്നെ ഒന്ന് വെസ്റ്റേണും. അങ്ങനെ ട്രഡീഷണൽ ലുക്കിൽ ദേ വരുന്നു വാവച്ചി. സാരിയൊക്കെ എടുത്തിട്ട് കുറേ നാളായി തോന്നുന്നുണ്ട് സാരിയൊക്കെ എടുത്തിട്ട്. അതെ അങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ താഴെ പോവല്ലേ? നല്ല ഫ്രഷ് ലുക്കിൽ തന്നെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടി താഴെ പോവാണിപ്പം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ പോയി ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വാവച്ചിയുടെ കുറച്ച് ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. നാളെ വ്ളോഗിൽ വരും കേട്ടോ. ഈ ചേച്ചി എനിക്കറിയാവുന്ന ചേച്ചിയാണ്, ചേച്ചി വളരെ നല്ല ചേച്ചിയാണ്, ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. എല്ലാം കിട്ടിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഫൈനലി ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എല്ലാവരും ഇവിടെ ഞങ്ങൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മേലെ എത്തിയിട്ട് സീറ്റ്സ് ഉണ്ട്. സോറി, കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വാവച്ചിക്ക് സ്വീറ്റ്സ് എല്ലാം കഴിച്ച് ആകെ മടുപ്പായി തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൊടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കൊള്ളാമോ? ഞാൻ ഉണ്ടാക്കിയതല്ല. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മധുരം കൊടുക്കൽ സെറമണി കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് കേക്ക് കട്ടിംഗ് ആണ്. സോ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയൊരു പരിപാടി നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. കാരണം ഇന്ന് തന്നെയായിരുന്നു നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേയും. സോ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുകയാണ് ചെയ്തത്. Thank you. കിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. നോക്കട്ടെ, കിട്ടുന്നുണ്ടോ? കിക്ക് എന്ന് പറഞ്ഞത് ഇതിന്റെ കിക്കല്ല.
അടുത്തായി നമ്മുടെ കൂട്ടത്തോടെയുള്ള പാട്ടുപാടൽ ചടങ്ങിലോട്ടാണ് നമ്മൾ പോണത്. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ആ മീനെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവളോട് കണ്ടിന്യൂ. I didn't expect that. Oh my god. ये क्या बात है आज की चांदनी में. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. കണ്ണൂരിൻ കാലത്ത് കണ്ണും അങ്ങനെ ഫുൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു പരിപാടി. സോ അതെല്ലാം കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് വീട്ടിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബേബി ഷവർ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.